പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ്. മുഴുവൻ സ്ഥാനാർത്ഥികളും ഈ വേദിയിലേക്ക് ഓരോ പേര് വിളിക്കുന്ന മുറയ്ക്കെത്തേണ്ടത്. ആദ്യമായി ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചു. തുടക്കത്തിൽ തന്നെ പറയണമെന്ന് പറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞ 25 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അവസരം നൽകി. അതുകൂടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. വാർഡ് നമ്പർ 1 ഒലവക്കോട് സെൻട്രൽ ശ്രീ മണികണ്ഠൻ സർവ്വസാധാരണക്കാരുടെ പ്രതിനിധിയായി ഒരു ചുമട്ട് തൊഴിൽ ചെയ്തുകൊണ്ട് ജോലി തൊഴിൽ ചെയ്തുകൊണ്ട് മുഴുവൻ ആളുകൾക്കും മാതൃകാപരമായി സംഘടനാ പ്രവർത്തനം നടത്തി ആദ്യമായി ആനന്ദോട് ഒലവക്കോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിപ്പിച്ചിരിക്കുകയും തൊട്ടടുത്ത വർഷം ആ വാർഡ് നിലനിർത്തുകയും വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയെ അവിടെ നിന്ന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ മണികണ്ഠനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കൈവണ്ടി വലിച്ചുകൊണ്ട് ലോഡിംഗ് തൊഴിൽ നടത്തിക്കൊണ്ട് സ്വന്തം ഉപജീവനവും സംഘടനാ പ്രവർത്തനം നടത്തുന്ന മണികണ്ഠനാണ് ഭാരതീയ ജനതാ പാർട്ടി 1ാം വാർഡ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 2ാം വാർഡ് കൽപ്പാത്തി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വന്തം കുടുംബത്തിന്റെ വീട് പാർട്ടിയുടെ കാര്യാലയം പോലെ കണക്കാക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന പ്രതിനിധി ശ്രീ CR കൃഷ്ണൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന് വേണ്ടിയിട്ട് കോളേജിൽ വന്ന കാലത്ത് നിരന്തരം സംഘർഷങ്ങളും പോരാട്ടങ്ങളും നടത്തി ഈ കാവ്യപതാകയെ മുറുകെ പിടിച്ചുകൊണ്ട് നിരവധി പോരാട്ടങ്ങൾ നയിച്ച ശ്രീ CR കൃഷ്ണനാണ് 2ാം വാർഡിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനം. 3ാം വാർഡ് കുന്തംപുറം ശ്രീ സരിത സാധാരണക്കാരിയായി തുടങ്ങി വളരെ മികച്ച രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കുന്നംപുരം പ്രദേശത്ത് പാർട്ടിയുടെ വേഗത്വം സൃഷ്ടിച്ചുകൊണ്ട് സർവ്വസാധാരണക്കാരിയായ വീട്ടമ്മ ഒരു ഘടന നടത്തി അവിടെ സർവ്വസാധാരണക്കാർക്കിടയിൽ ഇടപെടലുകൊണ്ട് മുഴുവൻ വീട്ടമ്മമാരുടെയും പ്രതിനിധിയായ ശ്രീ സരിതയാണ് 3ാം വാർഡ് കുന്നംപുരത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. 4ാം വാർഡ് അയ്യപ്പുരം വെസ്റ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന അയ്യപ്പുറത്ത് നിന്ന് ഇത്തവണ ജനത്തിൽ ചേരുന്നത് ശ്രീമതി PC സൗമി. 2015 എതിരാളികളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി 500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ മണ്ഡലങ്ങളിൽ വ്യക്തമായ സ്വാധീനം വളർത്തിയെടുത്ത ശ്രീമതി PC സൗമ്യ ടീച്ചറാണ് 4ാം വാർഡിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. 5ാം വാർഡ് കൽപ്പാത്തി ഈസ്റ്റ് ശ്രീമതി ജയന്തി രാമനാഥൻ. 2015-20 കാലഘട്ടത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ മികച്ച രീതിയിലുള്ള കൌൺസിലിലെ പെർഫോമൻസ് നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. അവരാണ് ഇത്തവണ 5ാം വാർഡിൽ നിന്നും ജനത്തിൽ നേടുന്നത്. ഇതിനകത്ത് 2 കാൻഡിഡേറ്റ്സ് വ്യക്തിപരമായ അസൗകര്യം കാരണം ആശുപത്രി അസുഖം കാരണം എത്തില്ല എന്ന് വെച്ചിട്ട് അവരുടെ പിന്നീടറിയുന്നത് ഈ ലിസ്റ്റിന്റെ സമാപനത്തിൽ വരുന്നത്. 6ാം വാർഡ് തോണിപ്പാളയം ഒരു കാലഘട്ടത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബാലികേറ മലയാളം എതിരാളികൾ വിശേഷിപ്പിച്ചിരുന്ന സ്ഥലത്ത് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടുകൂടി 2015 വിജയിച്ചു. 2020 ലീഡ് തന്നെ എതിരാളികൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിൽ എത്തിച്ച് തോണിപ്പാളയിൽ നിന്ന് ജനവിധി തേടുന്നത് ശ്രീമതി ദിവ്യ സന്തോഷ്. പാർട്ടിക്ക് ശക്തമായ വേരോട്ടം സൃഷ്ടിച്ചുകൊണ്ട് കൽപ്പാത്തിയിൽ ഇത്തവണയും
പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ദിവ്യ സന്തോഷ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ശ്രീമതി ദിവ്യ സന്തോഷ്. വാർഡ് 7 കുമരപുരം ശ്രീമതി ചിത്രബാല. എന്നെ മ്യൂസിക് ബിരുദധാരിയാണ്. എല്ലപ്പുരം ഗ്രാമത്തിൽ ഒരു മുഖമെന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീമതി ചിത്രബാലയാണ് 7ാം വാർഡിലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. 8ാം വാർഡ് വലിയപുരം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മികച്ച മുന്നേറ്റം നടത്തി വിജയിച്ചെടുത്ത വാർഡിൽ നിന്നും കഴിഞ്ഞ 2020-25 കാലഘട്ടത്തിൽ വളരെ മികച്ച നഗരസഭാ പ്രവർത്തനം നടത്തി മുഴുവൻ കൌൺസിലർമാർക്കും മാതൃകയായിട്ടുള്ള ശ്രീ സുഭാഷാണ് 8ാം വാർഡ് വലിയ വാർഡിൽ നിന്ന് ഇത്തവണ ജനവിധി. വാർഡ് 9 മാട്ടുമന്ത പ്രദേശത്ത് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീമതി മീനാക്ഷി. കഴിഞ്ഞ 2015-ലും 2020-ലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുത്ത ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന പ്രവർത്തനം നടത്തിയ ജനകീയ കൌൺസിലറായിട്ടുള്ള മീനാക്ഷി ചേച്ചിയാണ് അവിടെ നിന്ന് ജനവിധി തേടുന്നത്. അടുത്തത് വാർഡ് 10 മുരുകണി ശ്രീ പി സുരേഷ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള പദവി അലങ്കരിച്ചിരിക്കുന്നു. ശ്രീ പി സുരേഷാണ് മുരുകണി വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി. വാർഡ് 11 കല്ലേപ്പള്ളി നോർത്ത് ശ്രീമതി പ്രസന്ന നാരായണൻ. പ്രസന്ന ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം. 2015-ൽ എതിരാളികളിൽ നിന്ന് ആ വാർഡ് പിടിച്ചെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ മുന്നേറ്റം സൃഷ്ടിച്ച് 2015-ലും കല്ലേപ്പള്ളി വാർഡിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടും പ്രസന്ന ചേച്ചിയാണ് കല്ലേപ്പള്ളി നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥി. വാർഡ് 12 കല്ലേപ്പള്ളി സൗത്ത്. നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് ഏവർക്കും പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക, നമ്മളൊക്കെ ഒരു മാതൃവാത്സല്യത്തോടുകൂടി സ്നേഹിക്കുന്ന പ്രൊഫസർ സൗദാമിനി ടീച്ചറാണ് വാർഡ് 12 കല്ലേപ്പള്ളി. ഇത്തവണ ജനവിധി തേടുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാം മുഖമായി മാറി പുത്തൂർ കല്ലേപ്പള്ളി മേഖലയിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകയായിട്ടുള്ള സൗദാമിനി ചേച്ചിയുടെ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും വായിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 മിനിറ്റ് സമയമാണ്. അത്രയ്ക്ക് നമ്മുടെ സംഘ കുടുംബത്തിലെ നമ്മുടെ വാർഡ് തുല്യരായിട്ട് നമുക്ക് കാണുന്ന സൗദാമിനി ചേച്ചിയാണ് സ്ഥാനാർത്ഥി. വാർഡ് 13 പുത്തൂർ സൗത്ത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടത്തി നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ അശോക് സംഘപരിവാർ കുടുംബങ്ങൾക്ക് മുഴുവൻ നമ്മുടെ നീതിതമായിട്ടുള്ള പാർട്ടിയുടെ വിഭവമായുള്ള BJPയുടെ പാലക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ശ്രീ അശോക്. നമുക്കെല്ലാവർക്കും അറിയാം പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണന്റെ മകനാണ് ശ്രീ അശോകനാണ് ഇത്തവണ പുത്തൂരിൽ നിന്ന് പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ജനവിധിയിലുണ്ട്. വാർഡ് നമ്പർ 14 പുത്തൂർ നോർത്ത് ശ്രീമതി പത്മശ്രീ. ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി നഗരസഭാ ഉപാധ്യക്ഷൻ ശ്രീമൻ അഡ്വക്കേറ്റ്
ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. അടുത്തത് വാർഡ് 15 15 സ്ഥാനാർത്ഥിയും ആശുപത്രിയിലെ അസുഖമായി അഡ്മിറ്റായതുകൊണ്ട് ഇവിടെ എത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. വാർഡ് 15 ശ്രീമതി ദിവ്യ മണികണ്ഠനാണ്. അവരുടെ അസുഖബാധിതരായതുകൊണ്ട് എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടുണ്ട്. വാർഡ് 16 അയ്യപ്പുറം ഈസ്റ്റ് നിരവധിയായ പോരാട്ടങ്ങൾ നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 3 പാർട്ടി ഓഫീസുള്ള അയ്യപ്പുറം ഈസ്റ്റ് വാർഡിൽ ഇതുവരെ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നത് ശ്രീമതി മിനി കൃഷ്ണകുമാർ അവர்களാണ്. നിലവിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. വാർഡ് 17 ജ്യോതിലക്ഷ്മി ഇത്തവണ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വാർഡ് 17 നിന്ന് മത്സരിക്കുന്നത് ശ്രീമതി ജ്യോതിലക്ഷ്മി. വാർഡ് 18 നിന്ന് മത്സരിക്കുന്നത് ശ്രീമതി റാബിയ. ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ഭാരവാഹി എന്ന നിലയ്ക്ക് മഹിളാ മോർച്ചയിലൂടെ വന്നുകൊണ്ട് പാർട്ടിക്ക് സജീവമായ പ്രവർത്തനങ്ങളിൽ നിരവധി സമര പോരാട്ടങ്ങളിൽ പാർട്ടി മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ശ്രീമതി റാബിയാണ് വാർഡ് 18 നിന്ന് ഇത്തവണ ജനവിധി തേടുന്നത്. വാർഡ് 19 കൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദളിതരായ പാലക്കാട് മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ എം ശശികുമാർ അവരാണ് ഇത്തവണ വാർഡ് 19 കൊപ്പത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന തുടർച്ചയ്ക്കായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയത്തിനായി ഇത്തവണ കൊപ്പത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. വാർഡ് 20 പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ ജി പ്രഭാകരൻ. ആദ്യമായി പാർട്ടിക്ക് വിജയിപ്പിച്ചെടുത്ത ശ്രീ ജി പ്രഭാകരനാണ് വാർഡ് 21 ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗമായ മാങ്കാവിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നത് ശ്രീമതി ഗംഗ ചേച്ചി. 2015 പാർട്ടിയെ മാങ്കാവ് വാർഡിലേക്ക് വിജയിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. അധ്യാപികയാണ് ഗംഗ ചേച്ചി. നമുക്കെല്ലാവർക്കും അറിയാം പാർട്ടി വേദികളിലെ സ്ഥിരം സാന്നിധ്യം. സൗമ്യ മുഖത്തോടുകൂടി പാർട്ടിയുടെ ജനകീയ കൌൺസിലർ എന്നുള്ള രീതിയിൽ 2015 കാലഘട്ടത്തിൽ മാങ്കാവിൽ വിജയിച്ചിട്ടുള്ള ഗംഗ ചേച്ചിയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. വാർഡ് 23 ശെൽവപാളയം ഇത്തവണ ശെൽവപാളയം വാർഡ് നിലനിർത്തുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ എല്ലാം നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നും സ്പോർട്സിന് വേണ്ടിയിട്ട് പരമാവധി സമയം മാറ്റിവെച്ചിട്ടുള്ള ശ്രീ രഞ്ജിത്താണ് ഇത്തവണ ശെൽവപാളയം വാർഡിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരിക്കുവാനായിട്ട് വരുന്നത്. പാലക്കാട്ടെ മുഴുവൻ കായിക താരങ്ങൾക്കും ജേഴ്സി പ്രിന്റ് ചെയ്ത് നൽകുന്ന രഞ്ജിത്തേട്ടനാണ് ഇത്തവണ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശെൽവപാളയം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ശെൽവപാളയം വാർഡിൽ നിന്നും മത്സരിക്കുന്നു. വാർഡ് 24 കുന്നത്തൂർമയുടെ നോർത്ത് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയെ ഏത് വിധേനയും കുന്നത്തൂർമയുടെ നോർത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി പതാകയെ അവിടെ ആഞ്ഞുകാട്ടുന്നതിന് വേണ്ടി ഇത്തവണ അവിടെ പാർട്ടിയെ പ്രതിനിധീകരിച്ചെത്തുന്നത് നമ്മുടെ തലമുതിർന്ന സംഘപരിവാർ കുടുംബത്തിലെ നേതാവ് ശ്രീ സി വി ചന്ദ്രശേഖരൻ. വാർഡ് 25 പാർട്ടിയുടെ അടുത്ത
യുവമുഖം വിക്ടോറിയ കോളേജിലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന് വേണ്ടി നിരന്തരം പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീമതി സിസിലി. വാർഡ് 24 ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് ശ്രീ അരുൺ. ചെറുക്കാട് നിന്ന് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി സ്ഥാനാർത്ഥിയായ ശ്രീ അരുൺ. വാർഡ് 28 മണപ്പുള്ളിക്കാവ് കഴിഞ്ഞ തവണ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു നേടിയിട്ടുള്ള വാർഡ് ശ്രീ ബാബു. ബാബുവിനെ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിജയിച്ച് കൌൺസിലറായി പാലക്കാട് നഗരസഭയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് ദേശീയതയോടൊപ്പം ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞ തവണ പാർട്ടിയെ വിജയിപ്പിച്ച മണപ്പുള്ളിക്കാവിന്റെ മണ്ണിൽ ഇത്തവണ ജനവിധി നേടുന്നത് ശ്രീ ബാബു. വാർഡ് 35 വെണ്ണക്കര സെൻട്രൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ മണ്ഡലം അധ്യക്ഷനും ജില്ലാ മീഡിയ സെൽ കൺവീനറുമായിട്ടുള്ള ശ്രീ ബാബു വെണ്ണക്കര. വാർഡ് 35 വെണ്ണക്കരയിൽ നിന്നും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയും വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രീ ബാബു വെണ്ണക്കര. വാർഡ് 36 തിരുനെല്ലായി ഈസ്റ്റ് ശ്രീമതി ഷീബ. ഇത്തവണ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തിരുനെല്ലായി ഈസ്റ്റിൽ നിന്നും ജനവിധി നേടുന്നത് ശ്രീമതി ഷീബയാണ്. വാർഡ് 37 ഒതുങ്ങോട് ഭാരതീയ ജനതാ പാർട്ടി ചെറിയ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ടുള്ള വാർഡിൽ ഇത്തവണ ആ വാർഡ് പിടിച്ചെടുത്തുകൊണ്ട് പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒതുങ്ങോട് വാർഡിൽ നിന്ന് മത്സരിക്കുവാനായി പോകുന്നു പാർട്ടിയുടെ മേഖലാ സെക്രട്ടറി ശ്രീ ഹരി പട്ടിക്കര. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഏറ്റവും വലിയ അട്ടിമറി നടത്തി ഒതുങ്ങോട് വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രീ ഹരി പട്ടിക്കര. വാർഡ് 38 തിരുനെല്ലായി വെസ്റ്റ് ശ്രീമതി സുകന്യ. ഇത്തവണ പാർട്ടിയെ തിരുനെല്ലായി പാളയത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രീമതി സുകന്യ. വാർഡ് 40 കൈകുത്തുപറമ്പ് ഭാരതീയ ജനതാ പാർട്ടി 2015 ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അതിനുശേഷം 2020 പല അട്ടിമറികൾ നടന്നിട്ടും ആ വാർഡ് പിടിച്ചെടുത്ത് അവിടുത്തെ ജനകീയ കൌൺസിലറായിട്ടുള്ള ശ്രീമതി പ്രഭാമോഹൻ ഇത്തവണയും അവിടെ നിന്ന് വീണ്ടും ജനവിധി നേടുകയാണ്. ശ്രീമതി പ്രഭാമോഹൻ എന്ന കൈകുത്തുപറമ്പ് വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ജനറൽ വാർഡിൽ നിന്ന് ഇത്തവണ ആ വാർഡ് അതിഗംഭീര ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി പ്രഭാമോഹനാണ് കൈകുത്തുപറമ്പ് വാർഡിൽ മത്സരിക്കുവാനായിട്ട് പോകുന്നത്. പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇന്നും മുൻപന്തിയിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ തവണത്തെ കൌൺസിൽ പീരീഡിൽ വളരെ മികച്ച പ്രവർത്തനം നടത്തി ഇത്തവണ പാർട്ടിയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ശ്രീമതി പ്രഭാമോഹൻ കൈകുത്തുപറമ്പ് വാർഡിൽ നിന്ന് മത്സരിക്കും. വാർഡ് 41 നൂറണി ഗ്രാമം ഇത്തവണ അവിടെ നിന്ന് ജനവിധി നേടുന്നത് ശ്രീ കൃഷ്ണപ്രസാദ്. കൈകുത്തുപറമ്പ് വാർഡ് സ്വദേശിയായിട്ടുള്ള ശ്രീ കൃഷ്ണപ്രസാദ് നിലവിൽ പാർട്ടിയുടെ SC മോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയാണ്. കൃഷ്ണപ്രസാദാണ് ഇത്തവണ നൂറണി ഗ്രാമം വാർഡ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയത്തിന് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി. വാർഡ് 42 വിത്തുണ്ണി പാർട്ടിയുടെ ഏറ്റവും സീനിയർ പോസ്റ്റ് ലീഡർ ശ്രീ ഹരിയേട്ടനാണ് വിത്തുണ്ണി വാർഡിൽ നിന്ന് ഇത്തവണ പാർട്ടിക്ക് വേണ്ടി ജനവിധി നേടുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും മാതൃകാപരമായ പ്രവർത്തനം നടത്തി എന്നും ഒരു സാധാരണ പാർട്ടിയുടെ കാര്യകർത്താവായി നിന്നുകൊണ്ട് മുഴുവൻ
മുഴുവൻ സ്വയം സേവകർക്കും മാതൃകയായിട്ടുള്ള ശ്രീ ഹരിയേട്ടനാണ് പിന്തുണയിൽ നിന്ന് മത്സരിക്കുന്നത്. വാർഡ് 43 കോട്ടമൈതാനമാണ്. കോട്ടമൈതാനത്ത് ഇത്തവണ ദേശീയ ജനാധിപത്യ സംഘത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സഖ്യകക്ഷിയായ PDJS സ്ഥാനാർത്ഥി പ്രൊഫസർ റോഷൻ ടീച്ചറാണ് ഇത്തവണ കോട്ടമൈതാനമായി നിന്ന് ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനായിട്ട് പോകുന്നത്. വാർഡ് 44 പട്ടിക്കരയിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നത് നിലവിലെ പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ E. കൃഷ്ണദാസാണ് ഇത്തവണ പട്ടിക്കര വാർഡിൽ നിന്ന് മത്സരിക്കാനായിട്ട് പോകുന്നത്. വാർഡ് 45 വടക്കന്തറ ഈസ്റ്റ്. വടക്കന്തറയിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നത് ശ്രീ P. ശിവകുമാർ. കഴിഞ്ഞ 50 കൗൺസിലറായിരുന്നു. വളരെ മികച്ച പ്രവർത്തനം നടത്തി. ഇത്തവണ വടക്കന്തറ ഈസ്റ്റ് വാർഡിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വന്നിരിക്കുന്നത് ശ്രീ P. ശിവകുമാർ അവരാണ്. വാർഡ് 46 കഴിഞ്ഞ തവണ പാലക്കാട് നഗരസഭയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിന്റെ വാർഡ് വിജയിച്ച ശ്രീരാമപാളയം വാർഡിൽ ഇത്തവണ മത്സരിക്കുന്നത് ശ്രീ M. സുനിൽ. കാലഘട്ടത്തിൽ ശ്രീരാമപാളയം വാർഡിനെ പ്രതിനിധീകരിച്ചു. 2020 ചരിത്രത്തിലെ ഏറ്റവും പാലക്കാട് നഗരത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നഗരസഭയിലേക്ക് ആ വാർഡിനെ വിജയിപ്പിക്കുന്നതിന് മുന്നണി പോരാളിക്കുന്ന ശ്രീ സുനിൽ ഇത്തവണ മുന്നണി പോരാളിയായി വന്നുകൊണ്ട് ശ്രീരാമപാളയം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുവാനായി തയ്യാറായിരുന്നു. വാർഡ് 47 മേലാവരി ഏറ്റവും പ്രായമുള്ള സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുകയാണ്. അഖിലഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ നിരവധി സമരപോരാട്ടങ്ങൾ നടത്തി കേരളം മുഴുവൻ ABVPയുടെ ശബ്ദം മുഴങ്ങിപ്പിച്ച ശ്രീമതി കുമാരി വിസ്മയാണ് ഇത്തവണ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമുഖവും പാർട്ടിയിലേക്ക് ഈ അടുപ്പിലേക്ക് കടന്നു വന്ന ശ്രീ കുമാരി വിസ്മയാണ് ഇത്തവണ മേലാവൂർ വാർഡിൽ നിന്ന് മത്സരിക്കുവാനായിട്ട് പോകുന്നത്. വാർഡ് 48 പള്ളിപ്പുറം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷനും പാർട്ടിയുടെ ജില്ലയിലെ മുതിർന്ന നേതാവുമായിട്ടുള്ള ശ്രീ C. മധുവാണ് ഇത്തവണ പള്ളിപ്പുറം വാർഡിൽ നിന്നുകൊണ്ട് ജനവിധിയായിട്ട് പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട പള്ളിപ്പുറം വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് ശ്രീ C. മധു. വാർഡ് 49 മേപ്പറമ്പ് വാർഡിലേക്ക് പാർട്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മൾ പറയുന്ന സമയത്ത് പറയാൻ പറ്റും. ഈ കഴിഞ്ഞ 5 വർഷവും വളരെ മികച്ച മത്സരിച്ച വാർഡുകളിലെല്ലാം പാർട്ടിയുടെ ബഹുഭൂരിപക്ഷമായി വേണ്ടിയിട്ടുള്ള ശ്രീമതി ബേബി ചേച്ചിയാണ് ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടോ ആ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭൂരിപക്ഷം ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ കൗൺസിലർ ബേബി ചേച്ചിയാണ് ഇത്തവണ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മേപ്പറമ്പ് വാർഡിൽ നിന്ന് മത്സരിക്കുവാനായിട്ട് പോകുന്നത്. വാർഡ് 50 കണ്ണകി നഗർ വെസ്റ്റ്. കണ്ണകിയുടെ മണ്ണിലേക്ക് ഇത്തവണ അവിടെ എത്തുന്നത് സംഘപരിവാര കുടുംബങ്ങളിൽ ഏറ്റവും മുതിർന്ന കാര്യകർത്താവായിട്ടുള്ള ശ്രീ ബാലേട്ടനാണ് ഇത്തവണ കണ്ണകി നഗർ വാർഡിനെ പ്രതിനിധീകരിച്ച് മുന്നോട്ട് വരുന്നത്. വാർഡ് വിട്ടുപോയിരുന്നുണ്ട്
15 ശേഖരിപുരം ശ്രീമതി ദിവ്യ മണികണ്ഠൻ. വാർഡ് 51 വാർഡിലെ ഇത്തവണ സ്ഥാനാർത്ഥിയായി പാർട്ടി അവതരിപ്പിക്കുന്നത് നിരവധി സമര പോരാട്ടങ്ങളിൽ പാർട്ടിയുടെ മുന്നണി പോരാളിയിൽ നിന്ന് വളയിട്ട കൈകളുടെ മുദ്രാവാക്യങ്ങൾ ആദ്യം വിളിച്ചിട്ടുള്ള ശ്രീമതി സിന്ധു രാജനാണ് ഇത്തവണ വടക്കര ഭവനിൽ നിന്നുകൊണ്ട് ജനുവരി നേടാനായിട്ട് പോകുന്നത്. മഹിളാ കൗൺസിലിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള സിന്ധു രാജനാണ് ഇത്തവണ വടക്കര ഭവനിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുവാനായിട്ട് പോകുന്നത്. വാർഡ് 52 ജയിലുമേട് പാർട്ടിയുടെ എക്കാലത്തെയും ജയിലുമേടിന്റെ മുഖമായിട്ടുള്ള നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി ശശികല എന്ന് വിളിക്കുന്ന ജയിലുമേടിൽ നിന്ന് ജനിപ്പിച്ചെടുത്തത് സാധാരണക്കാരായിരുന്ന് മുഴുവൻ പ്രകടനങ്ങളിലും ഉച്ചത്തിൽ മുദ്രാവാക്യത്തിച്ചുകൊണ്ട് എന്നും അണിയറിയിൽ മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബം പോലും ഉപേക്ഷിച്ചുകൊണ്ട് സ്വജീവനം പൂർണ്ണമായും സംഘടനയ്ക്ക് സമർപ്പിച്ചിട്ടുള്ള ശശികലയാണ് ജയിലുമേട് വാർഡിൽ നിന്ന് ഇത്തവണ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മത്സരിക്കാൻ വരുന്നത്. വാർഡ് 53 മഹിളാ മോർച്ചയുടെ പാലക്കാടിന്റെ ഉറച്ച ശബ്ദം ശ്രീമതി അശ്വതി മണികണ്ഠൻ ഇത്തവണ 53 ഉലവക്കോട് വാർഡിൽ നിന്ന് ഇത്തവണ ജനവിധി എഴുതുന്നു. പാർട്ടി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത്തവണ ഈ സമൂഹത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിരവധിയായ വിഭാഗങ്ങളിലെ ആളുകൾ, നിരവധിയായി തൊഴിൽ ചെയ്യുന്ന ആളുകൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അങ്ങനെ നിരവധിയായ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇവിടുത്തെ മുഴുവൻ പ്രവർത്തകർ ശ്രദ്ധിക്കണം. ഇതിനുശേഷം ഇവിടെ നിന്ന് മാർച്ചായി പോയി കാര്യാലയത്തിലെത്തി ഭാരതമാത ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന ചെയ്തതിനു ശേഷമാണ് നമ്മുടെ മുഴുവൻ ആളുകൾ ഇവിടെ നിന്ന് പോകേണ്ടതായിട്ടുള്ളത്. ഈ പരിപാടിക്ക് സമാപനം നടത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർജിയെ ക്ഷണിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളായിട്ട് നമസ്കാരം. ഇന്ന് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച ആളുകൾക്ക് എല്ലാവരും വിദ്യാഭ്യാസത്തിൽ ഞാൻ ആദ്യമായി ചെയ്യുന്നു. ഇത്തവണ പാലക്കാട് നഗരസഭ നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണോ മോദി ഇലക്ട്രോണിക് തീരുമാനമുള്ള പേരിൽ ഈ രാജ്യത്ത് അധികാരം വന്നത് അതേപോലെ പാലക്കാട് നഗരത്തിൽ പാലക്കാട് BJP റീകോളിംഗ് ചെയ്തു. ഇത്തവണ പാലക്കാട് നഗരസഭയിൽ വീണ്ടും അധികാരത്തിലെത്തു. ഇവിടുത്തെ കോൺഗ്രസ് 30 വർഷം പാലക്കാട് ഭരിച്ച് ചെയ്യാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പാലക്കാട് നഗരത്തിൽ എന്താണ് വികസനത്തിന് എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷത്തെ വികസന നേട്ടങ്ങളുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരത്തെ സമീപിക്കുന്നത്. ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഇത്തവണ ഞങ്ങൾ കേട്ടിട്ടുള്ള രീതിയിലെ പാലക്കാട് നഗരം പിടിക്കും, പാലക്കാട് ഞങ്ങൾ ഭരിക്കും. പാലക്കാടാണ് ഏറ്റവും കേരളത്തിൽ മാത്രമേ പാലക്കാട് ഇത്തവണയും കേരളത്തിൽ മാത്രമേ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നലെ ഈ പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി വിദ്യാസംഘടന നേർന്നുകൊണ്ട് സർവീസിന് എല്ലാവരും അധികാരികളും അത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. പറയുന്നതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം ഉറപ്പിച്ചിരിക്കണം. മുഴുവൻ സ്ഥാനാർത്ഥികളും വേദിയിലേക്ക് വന്നപ്പോൾ ആരും തന്നെ പുറത്തോട്ട് പോയത് ആളുകൾ പുറത്തോട്ട് പോയത് മുഴുവൻ സ്ഥാനാർത്ഥികൾ ഉറപ്പിച്ചിട്ടുണ്ടാവണം. നന്ദി പറയുന്നതോടൊപ്പം തന്നെ BDS ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് രഘു അവർക്ക് ശിക്ഷ. ഈ വേദിയിലെ എല്ലാ ദേശീയ ജനാധിപത്യ നേതാക്കന്മാർ, സദസ്സിലെ പ്രവർത്തകർ,
ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി